Hi friends, welcome to Post Magic. Today we will discuss about prohibited articles, section 4 of PO Gate part 1. Prohibited articles includes general prohibitions, local prohibitions, treatment of injurious articles, treatment of prohibited or dutiable articles, articles bearing thereon any matter which is prejudice to the maintenance of law and order, and article which have anything written, printed, impressed or attached to the address side. So, പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസിൽ ഒരു 209 മുതൽ 214 വരെയുള്ള സെക്ഷൻസ് ആണ് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ജനറൽ പ്രൊഹിബിഷൻസ്, ക്ലോസ് റിലേറ്റഡ് ടു 209. ഫസ്റ്റ് വൺ, എനിത്തിങ് വിച്ച് ഈസ് സെൻഡ് ഇൻ കോൺട്രാവെൻഷൻ ഓഫ് എനി എനാക്ട്മെന്റ് ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അതായത് നമുക്ക് പ്രാബല്യത്തിലില്ലാത്ത നിയമം, അതായത് എന്താണ് പ്രാബല്യത്തിലില്ലാത്ത നിയമം വെച്ചിട്ട് അതിനെതിരെയായിട്ട് നമ്മൾ എന്തെങ്കിലും സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ജനറൽ പ്രൊഹിബിഷനിൽ വരുന്നതാണ്. എനിത്തിങ് വിച്ച് ഈസ് സെൻഡ് ടു ഇൻ കോൺട്രാവെൻഷൻ ഓഫ് എനി എനാക്ട്മെന്റ് ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. Then any indecent or obscene printing, painting, photograph, lithograph, engraving, book or card or any other indecent or obscene article. അതായത് ഏതെങ്കിലും ആർട്ടിക്കിളിൽ ഇൻഡീസെന്റ് ആയിട്ട് പ്രിന്റ് ചെയ്തതോ പെയിന്റ് ചെയ്തതോ അതിൽ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ജനറൽ പ്രൊഹിബിഷനിൽ പെടുന്നതാണ്. Then any letter, postcard, newspaper, packet or parcel having on it on or the cover, therefore any words, mark or design of an indecent, obscene, seditious, scurrilous, threatening or grossly offensive nature. ഇതും അതുപോലെ തന്നെയാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ലെറ്ററിലോ പോസ്റ്റ് കാർഡിലോ ന്യൂസ് പേപ്പറിലോ പാക്കറ്റിലോ ഇൻഡീസെന്റ് ആയിട്ടുള്ള പിക്ചേഴ്സോ റൈറ്റിംഗ്സോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താണ് ജനറൽ പ്രൊഹിബിഷൻ ആണ്. Then any explosive or inflammable, dangerous, filthy, noxious or deleterious substance. അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ളത്, ഇൻഫ്ലേമബിൾ കത്തുന്നതോ ഡേഞ്ചറസോ ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് ആണെങ്കിലും അതെന്താണ് ജനറൽ പ്രൊഹിബിഷൻ ആണ്. A liquid is considered inflammable which have its flashing point below 200 F when tested in the manner laid down in Schedule 3 of the Petroleum Rules 1937. Spirits having a flash point of 9 degree Fahrenheit or below or having a greater strength at approximately 60 degree under proof. അതായത് ഇവിടെ ഒരു നോട്ടായിട്ട് പറയുന്നതാണ് ലിക്വിഡ് എങ്ങനെയാണ് ഇൻഫ്ലേമബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ ഫ്ലാഷിംഗ് പോയിന്റ് ബിലോ 200 ഫാരൻഹീറ്റ് ആണെങ്കിലും, അതായത് ഷെഡ്യൂൾ 3 പറയുന്നുണ്ട് പെട്രോളിയം റൂൾസ് ആക്ട് 1937 ഷെഡ്യൂൾ 3 പറയുന്നുണ്ട് ഫ്ലാഷിംഗ് പോയിന്റ് ബിലോ 200 എഫിൽ വന്നിട്ടുള്ളത് എന്താണ് ഇൻഫ്ലേമബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് സ്പിരിറ്റിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ദ ഫ്ലാഷിംഗ് പോയിന്റ് ഓഫ് 9 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ ബിലോ ഓർ ഹാവിംഗ് എ ഗ്രേറ്റർ സ്ട്രെങ്ത് ദാറ്റ് അപ്രോക്സിമേറ്റ്ലി 60 ഡിഗ്രി അണ്ടർ പ്രൂഫ്. അതായത് 9 ഡിഗ്രി ഫാരൻഹീറ്റിൽ താഴെ വന്നാൽ സ്പിരിറ്റ് എന്താണ് ഇൻഫ്ലേമബിൾ ആണ്. അത് രണ്ടും പറയുന്നത് ഏതാണ് പെട്രോളിയം റൂൾസ് ആക്ട് 1937 ഷെഡ്യൂൾ 3. Then the term explosive includes the article as defined in the Indian Explosive Act 1884, the Indian Explosive Substance Act 908. അതായത് എക്സ്പ്ലോസീവ് എന്ന ടേമിൽ പെടുത്തുന്നത് ഏതൊക്കെയായിരിക്കും? ഇന്ത്യൻ എക്സ്പ്ലോസീവ് ആക്ട് 1884ഉം ഇന്ത്യൻ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 908ലും വരുന്ന പോലത്തെ കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് എക്സ്പ്ലോസീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൽ എന്താണ് മാച്ചസ്, അതായത് തീപ്പെട്ടി, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് എക്സ്പ്ലോസീവ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ക്ലോസ്. അതായത് ഈ ക്ലോസിൽ വരുന്നതാണ് മാച്ചസും എന്താണ് ഒരു എക്സ്പ്ലോസീവ് ഐറ്റം ആണ്. എനി ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് നോട്ട് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ്, നമുക്കറിയാം ഏതെങ്കിലും ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് പ്രോപ്പറായിട്ടല്ല അത് പാക്ക് ചെയ്തിട്ട് വരണമെങ്കിലും അതെന്താണ് ജനറൽ പ്രൊഹിബിഷൻ ആണ്. അതിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട്. പിൻസ് മേ നോട്ട് ബി യൂസ്ഡ് ടു ഫാസ്റ്റൻ ടുഗദർ ടു ക്രിയേറ്റ് ഹാൾസ് ഓഫ് റീപ്ലേ postcard or to fasten the cover of packet of other postal article as they are liable to injure other small matters. അതായത് നമ്മൾ സ്റ്റാപ്ലർ പിൻ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു ആർട്ടിക്കിളിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസേഴ്സിന്റെ കൈമുറിയാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ആർട്ടിക്കിൾ എന്താണ് നശിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്ന് അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റാപ്ലർ പിൻ പോലും നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല. അതെന്താണ് ജനറൽ പ്രൊഹിബിഷൻ ആണ്. Then any living creature or other things, ജീവനുള്ള വസ്തുക്കൾ അതെന്താണ് prohibited ആണ്. എന്താണ് any living creature or other things which is either noxious or likely to injure postal article in course of transmission by post or any officer or the post office. Then the ticket, proposal or advertisement relating to a lottery,
അതായത് ലോട്ടറിനെ കുറിച്ചുള്ള ഒരു ടിക്കറ്റ് പ്രപ്പോസലോ അല്ലെങ്കിൽ അതിന്റെ അഡ്വർടൈസ്മെന്റോ എന്താണ്, ജനറൽ പ്രൊഹിബിഷൻ ആണ്. Any other matter descriptive of or otherwise relating to a lottery which is calculated to act as an inducement to persons to participate in that lottery. അപ്പോൾ എന്താണ്, ലോട്ടറി ടിക്കറ്റ് ഈസ് ഓൾസോ ആൻ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ. 8th one ആണ്, newspapers in respect of which the rules laid down in the Press and Registration of Books Act 1867 and subsequently amended have not been complied with. അതായത് പ്രസ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ബുക്സ് ആക്ട് 1867 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എതിരായിട്ട് എന്തെങ്കിലും ന്യൂസ് പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനറൽ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ ആണ്. ദെൻ ഗോൾഡ് കോയിൻസ് ഓർ ബുള്ളിയൻ ഓർ ബോത്ത് ഓഫ് ദ വാല്യൂ എക്സീഡിംഗ് ₹1 lakh, അതായത് 1,00,000 കൂടുതലുള്ള ഗോൾഡോ ബുള്ളിയനോ നമ്മൾ എന്താണ് പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ജനറൽ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ ആണ്. നമുക്കറിയാം അത് എന്ത് ചെയ്യണം, ഇൻഷുർ ചെയ്തിട്ടേ അയക്കാൻ പാടുള്ളൂ. Then all classes of article of the letter mail of which the all or a part of the address side has been marked off into several divisions intended to receive successive address. അതായത് നമ്മൾ ലെറ്റർ മെയിലോ അങ്ങനെ എന്തെങ്കിലും ആർട്ടിക്കിൾസിന്റെ അഡ്രസ് സൈഡിൽ കുറേ മാർക്സ്, കുറേ വരകൾ ഇങ്ങനെ വരച്ചിടുക, അതുപോലെ തന്നെ നമുക്ക് എന്താണ് അഡ്രസ് സൈഡ് വായിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ജനറൽ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് ലോക്കൽ പ്രൊഹിബിഷൻസ് ആണ്. അതിന്റെ ക്ലോസ് റിലേറ്റ് ചെയ്യുന്നത് 210 ആണ്. ലോക്കൽ പ്രൊഹിബിഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിത്തിൻ ദ ഇന്ത്യയുടെ ഉള്ളിൽ പല സ്റ്റേറ്റ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആർട്ടിക്കിൾസും കാര്യങ്ങളും എന്താണ്, കുറച്ച് ഐറ്റംസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളതാണ് ലോക്കൽ പ്രൊഹിബിഷൻ പറയുന്നത്. എന്താണ് ഒപ്പിയം ആൻഡ് മോർഫിയ, അതായത് എന്താണ് കഞ്ചാവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതെല്ലാം സെൻഡ് ചെയ്യാം, അതെന്താണ് മരുന്നിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്ര, കേരള, ഒഡീഷ അവിടങ്ങളിലൊന്നും നമുക്ക് എന്താണ് ബനാനയുടെ ലീവ്സ് ഒന്നും അയക്കാൻ പാടില്ല. എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരും, അതായത് മറ്റേ നമ്മുടെ വവ്വാലൊക്കെ വഴിയുള്ള അസുഖങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടൊന്നും നമുക്ക് ഈ വാഴൽ പോലുള്ള കാര്യങ്ങളൊന്നും അയക്കാൻ പാടില്ല. അതൊക്കെ എന്താണ്, ലോക്കൽ പ്രൊഹിബിഷൻസ് ആണ്. മെയിനായിട്ട് ജനറൽ പ്രൊഹിബിഷൻ ആണ് ഉള്ളത്, അതോടൊപ്പം ചില ലോക്കൽ പ്രൊഹിബിഷൻസും ഉണ്ട്. ക്ലോസ് 210 ആണ് ലോക്കൽ പ്രൊഹിബിഷൻ ഡീൽ ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് ഇൻജൂറിയസ് ആർട്ടിക്കിൾസ്. ക്ലോസ് 211 ഡീൽ ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻജൂറിയസ് ആർട്ടിക്കിൾ ആണ്. നമുക്ക് ഇപ്പോൾ എന്താണ് ഓഫീസ് ഓഫ് പോസ്റ്റിങ്ങിന്റെ ടൈമിൽ ഒരു ആർട്ടിക്കിൾ ഇൻജൂറിയസ് ആർട്ടിക്കിൾ ആണെന്ന് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണത്, ആ ആർട്ടിക്കിൾ റീറ്റെയിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം ഹെഡ് ഓഫ് ദ സർക്കിളിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും, കേസ് റെഫർ ചെയ്യും. എന്നിട്ട് ഹെഡ് ഓഫ് ദ സർക്കിളിന്റെ ഓർഡർ പ്രകാരം എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യാം. ഇനി ആ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ടൈമിലാണെങ്കിലാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ടു സെന്ററിന് കൊടുക്കണം. ഇനി ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, റിട്ടേൺഡ് ലെറ്റർ ഓഫീസിലേക്ക് അയക്കണം, RLലേക്ക് അയക്കണം. എങ്ങനെയാ, പിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ RLലേക്ക് അയക്കും. അപ്പോൾ ഓഫീസ് ഓഫ് പോസ്റ്റിംഗ് ആണെങ്കിൽ റിട്ടേൺ ടു സെന്ററും, ഇൻ ട്രാൻസിറ്റ് ആണെങ്കിൽ റിട്ടേൺഡ് ലെറ്റർ ഓഫീസിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ഇൻജൂറിയസ് ആർട്ടിക്കിൾ. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ഓർ ഡ്യൂറബിൾ ആർട്ടിക്കിൾസ് 212. അതിന്റെ ക്ലോസ് പറയുന്നത് 212 ആണ്, ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ഓർ ഡ്യൂറബിൾ ആർട്ടിക്കിൾസ്. അതായത് നമുക്ക് മനസ്സിലായി ഏതെങ്കിലും ആർട്ടിക്കിൾ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ ആണ്, എന്നിട്ട് അവർ നമുക്ക് പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ ആണ് അയച്ചേക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്താ ആദ്യം ചെയ്യേണ്ടത്, അതിൽ നമ്മൾ ഒരു ഡൗട്ട്ഫുൾ എന്നുള്ളൊരു റിമാർക്ക് എഴുതിയിട്ട് ഓപ്പൺ ഡെലിവറി നടത്തണം. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, റിട്ടേൺ ടു സെന്റർ അടിക്കാം. കോൺട്രാവെൻഷൻ ഓഫ് എനി എനാക്ട്മെന്റ് ഓഫ് ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് ആണെങ്കിൽ അത് റിട്ടേൺ ടു സെന്റർ അടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ മുന്നോട്ട് ഫോർവേഡ് ചെയ്യാം, ഡൗട്ട്ഫുൾ എഴുതി ഫോർവേഡ് ചെയ്തിട്ട് ഓപ്പൺ ഡെലിവറി നടത്തണം. അതാണ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ പറയണത്. ദെൻ ഇനി ഇമ്പോർട്ടഡ് പോസ്റ്റൽ ആർട്ടിക്കിൾ ആണെങ്കിൽ അതെന്താണ്, എന്താ വിദേശത്തു നിന്നൊക്കെ വരുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ അതിൽ കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്തിട്ടുണ്ടാവണം. അത് കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, the liable to custom duty will not be transmitted by the post unless and until the custom duty payable has been paid. അതായത് custom duty pay ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പോസ്റ്റൽ ആർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. അതാണ് ട്രീറ്റ്മെന്റ് ഓഫ് പ്രൊഹിബിറ്റഡ് ഓർ ഡ്യൂറബിൾ ആർട്ടിക്കിൾ പറയണത്. നെക്സ്റ്റ് article bearing thereon any matter which is prejudicial to maintenance of law and order etc. Clause 213 പറയണത്, അതായത് നമ്മൾ എന്താണ് ഏതെങ്കിലും ആർട്ടിക്കിൾ പോസ്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിനെയോ പൊളിറ്റിക്കൽ പാർട്ടീനെയോ അത് എന്തെങ്കിലും ബാധിക്കുമെങ്കിൽ അങ്ങനത്തെ ആർട്ടിക്കിൾ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല,
ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ആർട്ടിക്കിളിൽ ആ കവറിൽ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അയാൾ ഒരു എന്തെങ്കിലും ക്രിമിനൽ ആയിരുന്നിരിക്കാം, നേരത്തെ ക്രിമിനൽ ആയ ആളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്ക് ആ കുറ്റകൃത്യം ചെയ്തിട്ട് അയാൾ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഒരു പിക്ചറിന്റെ ബേസിലാണ് ഒരു ആർട്ടിക്കിൾ അയക്കാനും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, കോൺട്രവെൻഷൻ ഓഫ് ലോ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, റിട്ടേൺ ടു ലെറ്റർ ഓഫീസിലേക്ക് അയക്കണം. Return to letter officer. അപ്പോൾ article bearing thereon any matter which is prejudicial to maintenance of law and order, return to letter officer. Article which have anything written, printed, impressed or attached to the address side. Clause 214. ഇതിൽ പറയുന്നത് അഡ്രസ് സൈഡിൽ അഡ്രസ് അല്ലാതെ വേറൊരു കാര്യങ്ങളും നമ്മൾ ടൈപ്പ് ചെയ്യാനോ പ്രിന്റ് ചെയ്യാനോ എഴുതാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു നിലവിലില്ലാത്ത സ്റ്റാമ്പ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ്, ഒട്ടിച്ച സ്റ്റാമ്പ് തന്നെ വീണ്ടും എടുത്ത് ഒട്ടിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, പ്രൊഹിബിഷനിൽ വരുന്നതാണ്. അത് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ ടു സെൻറ്റർ. ആർട്ടിക്കിൾ വിച്ച് ഹാവ് എനിത്തിങ് റിട്ടൺ, പ്രിന്റഡ്, ഇംപ്രസ്ഡ് ഓർ അറ്റാച്ച്ഡ് ടു ദ അഡ്രസ് സൈഡ് വിച്ച് ഇസ് റിട്ടേൺ ടു സെൻറ്റർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾ ആണ്. പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിളിൽ മെയിനായിട്ട് 5 ക്ലോസസ് ആണ് വരുന്നത്. ജനറൽ പ്രൊഹിബിഷൻ, ലോക്കൽ പ്രൊഹിബിഷൻ, പിന്നെന്താണ്, ആർട്ടിക്കിൾസ് വിച്ച് ഹാവ് എനിത്തിങ് റിട്ടൺ, പ്രിന്റഡ്, ഇംപ്രസ്ഡ് ഓർ അറ്റാച്ച്ഡ് ടു അഡ്രസ് സൈഡ്, treatment of prohibited or dutiable articles, treatment of injurious article, article being thereon any matter which is prejudice to the maintenance of law and order. ഇങ്ങനത്തെ കേസാണ് ഈ പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ് വരുന്നത്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.